ഊർ എന്ന പേരായ ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ഒരു വീട്ടിലും വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ വൈദ്യുതി ഇല്ലാതെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ആ ഗ്രാമത്തിൽ സുമിത് എന്നു പേരായ നേരായ ധർമ്മിഷ്ഠനായ ഒരു വ്യക്തി തന്റെ ഭാര്യ നീലത്തിന്റെ കൂടെ ജീവിച്ചിരുന്നു. ജീവിക്കുവാൻ വേണ്ടി പട്ടാണി കൃഷിയായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. എല്ലാ ഗ്രാമത്തിലും വൈദ്യുതിയുണ്ട്. നമ്മുടെ ഈ ഗ്രാമത്തിൽ മാത്രമാണ് അതില്ലാത്തത്. ഒരു ബൾബ് പോലും ഇല്ലാത്ത ഒരു ഗ്രാമം. നീ പറഞ്ഞത് ശരിയാണ് നീലം. നമ്മളും കുറെ പ്രാവശ്യം ഗവൺമെന്റിന് ഈ കാര്യം എഴുതി കൊടുത്തതാണ്. പക്ഷേ അതിനുള്ള ഉത്തരം ഇതുവരെ വന്നിട്ടേ ഇല്ലല്ലോ. അതുകൊണ്ട് മുതലാളി ഇന്ന് ഗ്രാമത്തിൽ ഒരു പഞ്ചായത്തും വെച്ചിട്ടുണ്ട്. സുമിത്തും മറ്റെല്ലാ ഗ്രാമവാസികളും ഗ്രാമത്തലവന്റെ യോഗത്തിലേക്ക് എത്തിച്ചേർന്നു. ഗ്രാമത്തലവൻ ഈ കാര്യത്തിൽ ചർച്ച നടത്താൻ ആഗ്രഹിച്ചു. നിങ്ങൾ എല്ലാവർക്കും ഈ കാര്യം നന്നായിട്ട് അറിയാം. നമ്മളെ ഗ്രാമത്തിലെ കറണ്ട് വരുന്ന കാര്യം പറ്റി ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടേ ഇല്ല. ഒരു പക്ഷെ നിങ്ങൾ ആരടുത്തെങ്കിലും ഈ പ്രശ്നത്തിന്റെ തീർവുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. എന്റെ അടുത്ത് ഒരു വഴിയുണ്ട്. എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ നമ്മളെല്ലാരും കുറച്ച് കാശ് കളക്ട് ചെയ്തിട്ട് നമ്മളെ ഗ്രാമത്തിന് വേണ്ടി നമ്മൾ തന്നെ ഒരു ടവർ ഉണ്ടാക്കാം. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ ഈ കാര്യത്തിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് തന്നെ കോൺട്രാക്ടറുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാം. ഗ്രാമത്തലവൻ സുമിത്തിനെ കൂട്ടി കോൺട്രാക്ടറുടെ വീട്ടിലേക്ക് എത്തി. കോൺട്രാക്ടർ സർ, നിങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങളുടെ കാര്യത്തിനെ പറ്റി. ഞങ്ങളുടെ ഗ്രാമത്തിൽ കറണ്ടാണ് വലിയ പ്രശ്നമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ അതിനു വേണ്ടി ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താ ആലോചിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഗ്രാമത്തിന് കറണ്ട് എടുക്കാൻ വേണ്ടി നമ്മളൊരു കറണ്ട് ടവർ ഗ്രാമത്തിൽ കെട്ടിയാലോ? ശരി, അത് ഞാൻ ചെയ്തു തന്നേക്കാം. പക്ഷേ എനിക്ക് എല്ലാ കാശും ഞാൻ ജോലി ചെയ്യുന്ന മുമ്പ് തന്നെ തന്നേക്കണം. മനസ്സിലായോ? നോക്കൂ കോൺട്രാക്ടർ സാർ, ഞങ്ങളുടെ അടുത്ത് അത്ര പണമൊന്നുമില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാശ് തന്നിട്ട് ബാക്കിയുള്ള കാശ് ഞങ്ങൾ കുറച്ചായിട്ട് തന്നേക്കാം. അത് ഞങ്ങളുടെ വാക്കാണ്. ഇല്ല, അങ്ങനൊന്നും പറ്റില്ല. നിങ്ങൾ മൊത്തം പണം എൻ്റെ അടുത്ത് തന്നാലേ ഞാൻ ജോലിയെ തുടങ്ങുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇരുട്ടുള്ള ഗ്രാമത്തിനെ താമസിച്ചോളൂ. നോക്കൂ, ദയവായിട്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ദയവായിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിനെ പറ്റി ആലോചിക്കണം. ഇല്ല, ഇവിടുന്ന് പോയേക്കണം. ഞാൻ എന്തിനാ നിങ്ങളുടെ ഗ്രാമത്തിനെ പറ്റി ആലോചിക്കേണ്ടത്? ഇവിടുന്ന് പോയേക്ക്. ഇവന്മാരൊക്കെ എവിടുന്നാ വരുന്നത്? കാശ് ശരിയാക്കിയതിനു ശേഷം നിങ്ങൾ വന്നാ മതി. അതുവരെ നിങ്ങൾ ഇരുട്ടിൽ തന്നെ എന്തായിക്കോ. ഇത്രയും ദിവസം ആ ഇരുട്ടിലല്ലേ ഉള്ളത്. ഇത് കേട്ട് ഗ്രാമത്തലവനും സുമിത്തിനും വളരെയധികം വിഷമം തോന്നി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നു മുതലാളി? ഇപ്പൊ നമ്മളടുത്ത് വേറെ ഒരു വഴിയില്ല സുമിത്. വീണ്ടും നമ്മൾ ഗവൺമെന്റിന് ലെറ്ററാണ് എഴുതി കൊടുക്കേണ്ടത്. സുമിത്തും ഗ്രാമത്തലവനും നിരാശരായി തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. സുമിത് തന്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവന്റെ ഭാര്യ നീലം അദ്ദേഹത്തോട് പറഞ്ഞു, എന്തു പറ്റി? നിങ്ങളുടെ മുഖം ദുഃഖത്തിലാണല്ലോ. ഒന്നുമില്ല നീലം, ഗ്രാമത്തിലുള്ള കറണ്ടിനെ പറ്റി ആലോചിച്ച് കുറച്ച് വിഷമിക്കുകയായിരുന്നു. നമ്മളിങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ? നമുക്ക് ഈശ്വരനിൽ വിശ്വസിക്കാം. ഈശ്വരൻ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നീ പറഞ്ഞത് വളരെ ശരിയാണ് നീലം. ഞാൻ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ശരി, ഞാനിപ്പോ പുറപ്പെടുകയാണ്. ഞാൻ വയലിലേക്ക് പോയിട്ട് പട്ടാണിയൊക്കെ നോക്കിട്ട് വരാം. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നേക്കും. ഇതും പറഞ്ഞുകൊണ്ട് സുമിത് തന്റെ പാടത്തേക്ക് നടന്നു. സുമിത് തന്റെ പാടം ഉഴുവാൻ തുടങ്ങിയപ്പോൾ ആ സമയത്ത് അവിടെ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് എത്തി. എന്നിട്ട് പറയാൻ തുടങ്ങി, എനിക്കറിയാം നിങ്ങൾക്ക് എന്താണ് ഇത്ര ദുഃഖമെന്ന്. ഗ്രാമത്തിൽ വൈദ്യുതി ഇല്ലാത്തതിന്റെ കാരണമാണ് നീ ദുഃഖിതനായത്, അല്ലേ? നിങ്ങൾ ആരാണ്? പിന്നെ നിങ്ങൾ എവിടുന്നാ വന്നത്? ഞാൻ മറഞ്ഞിരിക്കുന്ന ഗോത്രത്തിൽ നിന്നാണ്. സാധാരണ ജനങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. അതായത് നിന്റെ ഗ്രാമവാസികൾക്ക് വൈദ്യുതിയുടെ പ്രശ്നത്തിന് പരിഹാരമാകും. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നടക്കുവോ? എന്തുകൊണ്ടില്ല? ആ സ്ത്രീ തന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പട്ടാണിയുടെ ധാന്യങ്ങൾ എടുത്ത് സുമിത്തിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ പാടത്ത് വിതറണം. ഇതൊരു സർവ്വസാധാരണമായ പട്ടാണി അല്ല. ഇത് മലയുടെ അടിവാരത്തിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ഗോത്രം. ഞാൻ അത് അവിടെ നിന്നും എടുത്തു വന്നതാണ്. ഇത് നിന്നെ തീർച്ചയായും സഹായിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അപ്രത്യക്ഷയായി. സുമിത് ആണെങ്കിൽ ആ പട്ടാണിയുടെ ധാന്യമെടുത്ത് മണ്ണിൽ വിതറി. അങ്ങനെ പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ആ പാടത്ത് മുഴുവൻ വലിയ പട്ടാണിയുടെ ചെടികൾ വളർന്നിരുന്നു. സുമിത് പെട്ടെന്ന് തന്നെ അത് കയ്യിലെടുത്ത് നോക്കിയപ്പോൾ ആ പട്ടാണിയെല്ലാം ബൾബുകൾ പോലെ പ്രകാശിച്ചതാണ് കണ്ടത്. ഈ അത്ഭുതം കണ്ട് സുമിത് ഗ്രാമത്തലവനെ വിളിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മുതലാളി,
ഇവിടെ നോക്കൂ, എന്റെ പട്ടാണി വയലില് പട്ടാണി വളരുന്നുണ്ടല്ലേ, അത് ബൾബ് പോലെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലാതൊരു അത്ഭുതമാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്കിത് വീട്ടിലങ്ങ് പോയി വെച്ച് നോക്കിയാലോ? സുമിത് പ്രകാശിക്കുന്ന പട്ടാണിയെടുത്ത് ബൾബിനെ പോലെ ഗ്രാമത്തലവന്റെ വീട്ടിൽ കൊണ്ടുപോയി വച്ചു. അങ്ങനെ ഗ്രാമം മുഴുവൻ പ്രകാശപൂർണമായി. ഇതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഗ്രാമത്തില് വെളിച്ചത്തിന് ഒരു കുറവും വരില്ല. അങ്ങനെ ആ പട്ടാണിയുടെ സഹായത്തോടുകൂടി ഗ്രാമം മുഴുവൻ സുമിത് പ്രകാശപൂർണമാക്കി. പക്ഷെ ഈ സംഭവങ്ങളൊന്നും കോൺട്രാക്ടർക്ക് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം കോൺട്രാക്ടർ ഗ്രാമത്തിലെ ഒരു വ്യക്തിയായ ദുഷ്യന്തിനെ വിളിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, എടാ ദുഷ്യന്ത്, നിങ്ങളുടെ ഗ്രാമത്തില് ആ സുമിത് ഈ പട്ടാണി കറണ്ട് എങ്ങനെയാ വിൽക്കുന്നത്? അവന്റെ വയലില് ഈ പട്ടാണിയൊക്കെ വളരുന്നുണ്ടല്ലേ, അതെല്ലാം മിന്നുന്ന പോലെ ബൾബ് പട്ടാണിയാണ് വളരുന്നത്. പിന്നെ അവൻ മൊത്തമായിട്ട് ഈ പട്ടാണി വിറ്റിട്ടാണ് ഗ്രാമത്തില് കുറെ പണമാണ് അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ലാതെ മറ്റുള്ള ഗ്രാമത്തിൽ അവൻ പട്ടാണി ബൾബ് വിൽക്കുകയാണ്. ഇത് കേട്ട് കോൺട്രാക്ടർ സുമിത്തിനെ കാണാനായി ഗ്രാമത്തിലേക്ക് തിരിച്ചു. സുമിത് അദ്ദേഹത്തെ കണ്ടു. ആ കോൺട്രാക്ടർ സർ, നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ നിന്റെ ഈ പട്ടാണിത്തിന്റെ കാര്യത്തിനെ പറ്റി കേട്ടിട്ട് വന്നതാണ്, അതുകൊണ്ടാണ് തന്നെ ഞാൻ കാണാൻ വന്നത്. ശരി, പറയൂ, നിങ്ങൾക്ക് എന്ത് കാര്യം സംസാരിക്കേണ്ടത്? ഞാൻ നിന്റെ അടുത്ത് കുറച്ച് സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നീ എന്റെ കൂടെ ചേരുന്നുണ്ടോ സുമിത്? നമുക്ക് രണ്ടുപേരും ചേർന്നിട്ട് അങ്ങ് വ്യാപാരം ചെയ്തേക്കാം. നിന്റെ പട്ടാണിയും പിന്നെ എന്റെ അറിവും ഒന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ചേർന്ന വളരെ കാശ് കുറെ ഉണ്ടാക്കാം. വളരെ നന്ദിയുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് നിങ്ങൾക്ക് പട്ടാണി വെക്കാൻ പറ്റില്ല. ഞാൻ ഈ കറണ്ട് പട്ടാണി വളരെ കുറവ് വിലയാണ് വെക്കുന്നത്. കാരണം എല്ലാവരുടെ വീട്ടിലും കറണ്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ കൈ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ വിലയ്ക്കാണ് ഈ പട്ടാണിയൊക്കെ വിൽക്കാൻ പോകുന്നത്. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ വയൽ എനിക്ക് അങ്ങ് തന്നേക്ക്. നീ ജീവിതം മുഴുവനും കാണാത്ത കാശൊക്കെ ഞാൻ ഒറ്റ അടക്കി ഞാൻ നിനക്ക് തന്നേക്കാം. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ എന്റെ വയൽ വന്നിട്ട് ഒരു ഗതികേട് കൊണ്ട് ഞാൻ വിൽക്കാൻ പോകുന്നില്ല. ഇത് കേട്ട് കോൺട്രാക്ടർ വളരെയധികം ദേഷ്യത്തോടെ വീട്ടിലേക്ക് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞ് ഗ്രാമത്തലവൻ സുമിത്തിന്റെ പാടത്ത് വെച്ച് ഗ്രാമവാസികളെല്ലാം വിളിച്ചുകൂട്ടി. ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിലെ വെളച്ചനും കറണ്ടിനും ഒരു കുറവും ഇല്ല. ഗ്രാമത്തിന്റെ സാർബായിട്ട് ഞാൻ വന്നിട്ട് സുമിത്തിന് വളരെ നന്ദി പറയുകയാണ്. നന്ദിയുണ്ട് മുതലാളി. അതൊന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ എന്നെ എനിക്ക് നാണം വരുത്തുന്നുണ്ടല്ലോ. ഇത് എന്റെ കടമയാണ്. ഞാൻ ഗ്രാമത്തിന് സേവ ചെയ്യണം. അപ്പോഴേക്കും കുറച്ചു ഗുണ്ടകൾ സുമിത്തിന്റെ പാടത്തേക്ക് എത്തിച്ചേർന്നു. ഇപ്പൊ തൊട്ട് ഈ സ്ഥലം ഞങ്ങളുടെ കോൺട്രാക്ടറാണ്. ഇവിടുന്ന് പോയേക്ക്. പിന്നെ ഈ വയൽ ദേശത്ത് വേറെ ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല, മനസ്സിലായോ? ഇല്ല, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു അന്യായമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, ഇതിന്റെ വിളവ് നിങ്ങൾക്ക് വല്ലാതെ മോശമായിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയില്ലേ? എല്ലാരും വായും മൂടിട്ട് ഇവിടുന്ന് പോയേക്ക്. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ എല്ലാവരും കഥയും ഞാൻ തീർത്താളയും. ഇല്ല, എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല. ശരി, നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്തേക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് ദുഷ്ടരായ ആ വ്യക്തികൾ പാടത്തെ നശിപ്പിക്കാൻ അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും ആ ദുഷ്ടന്മാർക്ക് ഭയങ്കരമായി ഷോക്ക് അടിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും അവിടെ തന്നെ മരണമടഞ്ഞു. ആ സ്ത്രീ വീണ്ടും അവിടെ പ്രത്യക്ഷയായി. എന്നിട്ട് പറഞ്ഞു, ഈ പട്ടാണിയുടെ പ്രത്യേകത എന്താണെന്നോ? ഈ പട്ടാണിയെ ദുരുദ്ദേശത്തോടു കൂടി നോക്കുന്നവർ ആരായാലും അവർക്ക് വൈദ്യുത പ്രഹാരം ഏൽക്കും എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ വീണ്ടും അപ്രത്യക്ഷയായി. ആ കോൺട്രാക്ടർ വന്നിട്ട് ഈ വയലിന്റെ മേലെ ഒരു കണ്ണ് വെച്ചിട്ടുണ്ട്. അവൻ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു പ്രശ്നം ചെയ്തേക്കും. നീ ഒന്നും വിഷമിക്കണ്ട. നമ്മൾ ഇന്ന് തന്നെ ഗ്രാമത്തിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ചെയ്തേക്കാം. ഗ്രാമത്തലവനും സുമിത്തും രണ്ടുപേരും ചേർന്ന് ഇൻസ്പെക്ടറുടെ അടുത്ത് പോയി കോൺട്രാക്ടറെ പറ്റിയുള്ള പരാതി പറഞ്ഞു. നിങ്ങളൊന്നും വിഷമിക്കണ്ട. അടുത്ത പ്രാവശ്യം ആ കോൺട്രാക്ടർ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നാൽ നിങ്ങൾ അപ്പം തന്നെ അങ്ങ് വിളിച്ചാൽ മതി. അതിനുശേഷം ആ കോൺട്രാക്ടറെ ഞാൻ നോക്കിക്കോളാം. ശരി, നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇത് കേട്ടുകൊണ്ട് രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് പോയി. ഇവിടെയാണെങ്കിലോ ദുഷ്യന്ത് കോൺട്രാക്ടറോട് പോയി ഗുണ്ടകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ചു. അപ്പോൾ ഇത് എങ്ങനെയാ സംഭവിച്ചത്? ഇപ്പൊ ഞാൻ മുഴുവനായിട്ട് വയല് നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ നോക്കൂ സാർ, നിങ്ങൾ അയച്ചിട്ടുണ്ടല്ലേ നിങ്ങളുടെ ആ ഗുണ്ടന്മാരൊക്കെ. അവര് വയലിനടുത്ത് പോയപ്പോ തന്നെ
പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേർക്കും ഷോക്ക് അടിക്കാനും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ അത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. ആ എന്നാൽ ഈ കാര്യമൊക്കെ എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് മുതലാളി? ഇന്ന് രാത്രി തന്നെ ആ ബുൾഡോസർ എടുത്തിട്ട് പോയിട്ട് അവൻ്റെ മൊത്ത വയൽ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. പിന്നെ അവിടെ കൃഷി നടക്കാൻ പോകുന്നില്ല, പിന്നെ ആ കറണ്ട് പട്ടാണി വിൽക്കാൻ പോകുന്നില്ല. അങ്ങനെ രാത്രി ആയപ്പോൾ കോൺട്രാക്ടർ ഒരു ബുൾഡോസറുമായി ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. സുമിത്തിന്റെ പാടത്തേക്ക് ബുൾഡോസർ കയറ്റാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ അയാൾക്ക് വളരെ ശക്തിയായി വൈദ്യുത പ്രഹരം ഏറ്റു. എന്നിട്ട് ബുൾഡോസറിൽ നിന്നും താഴേക്ക് മറിഞ്ഞു വീണു. അപ്പോൾ അവിടെ ഇൻസ്പെക്ടറും സുമിത്തും ഗ്രാമത്തലവന്റെ കൂടെ നിന്നിരുന്നു. എന്തുപറ്റി കോൺട്രാക്ടർ സാർ? നിങ്ങളുടെ ഐഡിയ എന്താ? നിങ്ങൾക്ക് നടന്നിട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ അറിയാം ഞാനിന്ന് രാത്രി ഇങ്ങോട്ട് വരുമെന്ന്? എപ്പോ നിങ്ങളുടെ ഗുണ്ടകളൊക്കെ ഇവിടെ വയലിലൊന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് അപ്പൊ തന്നെ നന്നായിട്ട് അറിയാം. ആരെങ്കിലും നിന്റെ അടുത്ത് ഈ കാര്യം തീർച്ചയായും പറഞ്ഞിട്ടുണ്ടാവും. മുതലാളി, എനിക്കെന്തോ ഇതൊരു വലിയ പ്രശ്നം വരാൻ പോകുന്ന തോന്നുന്നു. ആരോ ഒരാളാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കോൺട്രാക്ട് എടുത്ത് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരാളായിരിക്കും. ആ ദുഷ്യന്താണ് എനിക്ക് കോൺട്രാക്ടർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരും, ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്രാമത്തലവനും സുമിത്തും ചേർന്ന് ദുഷ്യന്തിനെ പിന്തുടരാൻ തുടങ്ങി. ദുഷ്യന്ത് കോൺട്രാക്ടറുടെ വീട്ടിലേക്ക് പോകുന്നത് അവർ കണ്ടു. ദുഷ്യന്ത് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഗ്രാമത്തലവനും സുമിത്തും ചേർന്ന് ദുഷ്യന്തിനെ പിടിച്ചുവെച്ചു. പേടിച്ചുപോയ ദുഷ്യന്ത് നടന്ന എല്ലാ കാര്യങ്ങളും സുമിത്തിനോടും ഗ്രാമത്തലവനോടും വിശദീകരിച്ചു. മനസ്സിലായോ കോൺട്രാക്ടർ സാർ? ഞങ്ങൾക്ക് ഈ കാര്യം എങ്ങനെ അറിഞ്ഞെന്ന്? ഇപ്പൊ ജയിലിൽ പോയിട്ട് നിങ്ങൾ പട്ടാണി പറിച്ചിട്ട് വന്നേക്ക്. ഇത്രയും ആയപ്പോഴേക്കും പോലീസ് ഇൻസ്പെക്ടർ ആ സാധാരണ പോലീസുകാരനോട് പറഞ്ഞു, ഈ കോൺട്രാക്ടർ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യൂ. പോലീസുകാരൻ കോൺട്രാക്ടറെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അഴിക്കുള്ളിലാക്കി.